മാത്തറ MG നഗറിൽ ഉദയ വെൽഫെയർ അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഉദയ വായനശാലയിൽ സംഘടിപ്പിച്ച സംഗമം ULCC CEO TK കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാലത്ത് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ബ്രോഷറിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലഘുലേഖയിൽ വളരെ മനോഹരമായി എഴുതി പിടിപ്പിച്ചു ആ പറയങ്കാടിൻ്റെ മനോഹാരിത, ഈ പാറപ്പുറത്ത് കുറച്ചു നേരം ഉറങ്ങാൻ അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്നൊരവസ്ഥ. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടായ്മയുണ്ടാവും, അത് വെർച്വൽ കൂട്ടായ്മയാണ്, ഒരിക്കലും ഫിസിക്കലായിട്ട് വരുന്നില്ല. നിങ്ങൾ ഏത് ക്ലബ്ബുകൾ എടുത്തോളൂ, ഏത് പ്രസ്ഥാനങ്ങൾ എടുത്തോളൂ, ആ പ്രസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രയാസം അത് സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഏത് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായാലും അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം മനുഷ്യരുടെ കൂട്ടായ്മ ഇല്ലാതെ ആവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങൾ വിജയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞൊരു വാചകം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു റൂമിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു റൂമിൽ ഒറ്റയ്ക്ക് നമുക്കൊക്കെ എത്ര സമയം ജീവിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുന്നിൽ ഒരു മൊബൈൽ ഫോണുണ്ട്, ഞാൻ ലോകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക, എനിക്ക് സൗഹാർദ്ദങ്ങൾ വെർച്വലായിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷേ അടുത്ത റൂമിൽ നിൽക്കുന്ന ആൾ ലോകമായിട്ട് കണക്ട് ചെയ്യപ്പെടുക, അവരുടെ സൗഹാർദ്ദങ്ങളുടെ അവർ ചിരിക്കുന്നുണ്ട്, അവരെല്ലാ രീതിയിലും ആഘോഷിക്കുന്നുണ്ട്. അത് വെർച്വലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. പഴയൊരു തലമുറ അങ്ങനെയല്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മകളൊക്കെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊടുക്കല്ല, സന്നിവേശിപ്പിക്കേണ്ടി വരും. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്, നിങ്ങൾ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ബഹുമാനം കൊടുക്കുന്നു, അത് പിടിച്ചു വാങ്ങുന്നു, തിരിച്ചു വാങ്ങുന്നു. ആ വാക്ക് മാറി ഗീവ് റെസ്പെക്ട് ഏൺ റെസ്പെക്ട് എന്നാണ്. നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നു, നിങ്ങളത് തിരിച്ച് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊരു ഗ്യാപ്പ് യുവതലമുറ, അല്ലെങ്കിൽ യുവതലമുറ എന്ന് പറഞ്ഞുകൂടാ, ഒരു കഴിഞ്ഞ 2000-ന് ശേഷം വന്ന തലമുറ, അതിലും ഭീകരമാണ് ഈ കോവിഡിന് ശേഷം വന്ന തലമുറ. കോവിഡിന് ശേഷം വന്ന തലമുറ പൂർണ്ണമായിട്ടും അവർ വെർച്വലി കണക്റ്റഡാണ്. നമുക്കറിയാം, നമ്മൾ 70-കൾ 80-കളിലുള്ള ആളുകൾ, നമ്മൾ ടി വി വന്ന സമയത്ത് ഇവിടെ നെല്ലിക്കോട്ട വീട്ടിലേക്ക് നമ്മളെല്ലാവരും ഇരുന്ന് TV കണ്ട ഓർമ്മകളുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് കമ്പ്യൂട്ടർ വന്നു, പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അതിന് തൊട്ട് മുമ്പ് ഫോണ് വന്നു, അതായത് വയറുള്ള ഫോണ് വന്നു. അത് കഴിഞ്ഞ് ഒരു 2000-2002 ആകുമ്പോഴേക്കും നമുക്ക് മൊബൈൽ ഫോൺ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 2015-16 ആകുമ്പോഴേക്കും നമ്മുടെ പണം, കാശ്, അത് ഡിജിറ്റൽ മണിയായിട്ട് മാറി. കാരണം നമുക്ക് ഇന്ന് കാശ് പോക്കറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വെർച്വലി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കണ്ട് പരിചയിച്ചൊരു തലമുറയാണ് നമ്മൾ. ഉദയ വെൽഫെയർ അസോസിയേഷന്റെ 30ാമത് വാർഷികമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഒരു മരണാനന്തര ചടങ്ങ് തുടങ്ങി വെച്ചിട്ടാണ് ഒരു 7 പേര് തുടങ്ങി വെച്ചൊരു സംരംഭമായിരുന്നു, ഒരു പരിപാടിയായിരുന്നു ഇത്. അതിൽ നിന്ന് ഇത് 30 വർഷമാകുമ്പോഴേക്കും 24 അംഗങ്ങളോളം എത്തി. അതിൻ്റെ 30ാം വാർഷികമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇത് മരണ വീട്ടിലുള്ള നമ്മളെ പരിസരത്ത് വരുന്ന, കൊടുക്കുംപാറ ഈ ഏരിയ പരിസരത്ത് വരുന്ന മരണ വീടുകളിലെ എല്ലാ ചെലവുകളും ഇവരാണ് വഹിക്കുന്നത്. തുടക്കത്തിൽ കുറച്ച് പേരെ ഉള്ളവരുമെങ്കിലും പിന്നെ അത് ആളുകൾ അതിനെ അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആളുകൾ അതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വലുതായി ഇപ്പോൾ 24 കുടുംബങ്ങളുണ്ട് ഇതിൽ. അത്രയും കുടുംബങ്ങൾ എന്ന് ചേർന്നൊരു സന്തോഷത്തിലാണ് എല്ലാവരും. അത് മരിച്ചത് മാത്രമല്ല, നമ്മുടെ ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിൽ എല്ലാവിധ അസുഖങ്ങൾക്കുള്ള സഹായങ്ങൾ നമ്മൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവർക്കും നൽകുന്നുണ്ട്. 1995 കാലഘട്ടത്തിൽ തുടങ്ങിയ ഉദയ വെൽഫെയർ അസോസിയേഷന്റെ
ഭാരവാഹി സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾ 1995 കാലഘട്ടങ്ങളിൽ നമ്മൾ മരണാനന്തര വീടുകളിൽ അവിടെ സഹായം ചെയ്യാന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ട ഒരു സംഘടനയാണ്. അവിടെ മരണം നടക്കുന്ന സമയത്ത്, വീടുകളിൽ മരണം നടക്കുന്ന സമയങ്ങളിൽ അവിടെ നിസ്സഹായരായി നിൽക്കുന്ന ആളുകളെ, അതായത് സാമ്പത്തികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും അവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു ആകാംക്ഷയോടെ നിൽക്കുന്ന ആളുകൾ, പിന്നെ ആ ഒരു സംഭവം ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഞങ്ങൾ അന്ന് ഒരു 7-8 പേര് അവരുടെ മനസ്സിലേക്ക് വന്ന ആശയമാണ് അവിടെ സഹായങ്ങൾ ചെയ്യണം, മരണം നടക്കുന്ന വീടുകളിൽ ഞങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ചെയ്ത ഒരു സംഭവമാണ് ഉദയ വെൽഫെയർ അസോസിയേഷന്റെ ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന 30ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടനയുടെ കുടുംബ സംഘമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 25 മെമ്പർമാരുണ്ട്. 25 മെമ്പർമാരിൽ ഒരു മെമ്പർ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു, മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളിപ്പോൾ ഇതുവരെ 95 തുടങ്ങി 30 വർഷത്തോളം ഞങ്ങൾ 25-30 മരണങ്ങളിൽ, ഞങ്ങളെ വീടുകളിലുള്ള മരണങ്ങളിൽ ഇടപെട്ടും കണ്ട് സഹായിച്ചു. ശാരീരികമായി സഹായിച്ചു, സാമ്പത്തികമായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ നിരവധി ഞങ്ങളെ കുടുംബങ്ങളിലുള്ള നിരവധി ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെച്ചു. ഇപ്പോൾ ഞങ്ങൾ 30 വർഷം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കുടുംബസംഗമം ഏർപ്പാടാക്കണമെന്ന് ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് വന്ന ആശയത്തോട് ഞങ്ങൾ കുറേ വർഷമായിട്ട് ഞങ്ങൾ ആ ഒരു ആശയം വെച്ച് ഈ ഒരു വർഷമാണ് ഞങ്ങൾ കുടുംബസംഗമം നടത്തുന്നത്.